ഇതുപോലൊരു പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ കേരളത്തിലെമ്പാടും UDFന് അനുകൂലമായൊരു വലിയ ട്രെൻഡാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. സ്വാഭാവികമായും ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, അതിൻ്റെ ഒരു സാഹചര്യം അമ്പലപ്പുഴയിലും സ്വാഭാവികമായിട്ടത് ബാധകമായിട്ടുണ്ട്. ഒരു UDF അനുകൂലമായൊരു തരംഗമുണ്ടായ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ നോക്കിയാൽ പഴയ അമ്പലപ്പുഴയല്ല ഇപ്പോഴത്തെ അമ്പലപ്പുഴ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ കൈനകരിയും തകഴിയും നെടുമുടിയും ഉണ്ടായിരുന്ന ആലപ്പുഴ ടൗൺ ഇല്ലാതിരുന്ന ഒരു അമ്പലപ്പുഴയല്ല ഇപ്പോൾ ഉള്ളത്. UDFന് അല്പം കൂടി പഴയ അമ്പലപ്പുഴയേക്കാൾ അല്പം കൂടി ഇത്തിരി മേൽക്കൈ കിട്ടിയിട്ടുള്ള അമ്പലപ്പുഴ മണ്ഡലമാണ്. എന്നാൽ നിരന്തരമായി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ വോട്ടിങ്ങിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ അമ്പലപ്പുഴയിൽ പ്രത്യേകമായി പറയാൻ കഴിയുന്നൊരു കാര്യം, തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, BJPയുടെ വോട്ടിൻ്റെ ഒരു കുറവ് സംഭവിക്കുമെന്നുള്ള കാര്യം. അത് കനത്ത തോതിലാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 22,400 വോട്ടാണ് BJP നേടിയത്. കഴിഞ്ഞ ലോക്സഭയിൽ 37,000 വോട്ടാണ് BJP സ്ഥാനാർത്ഥി കരസ്ഥമാക്കിയത്. അത് സാധാരണ സംഭവിക്കുന്നതല്ല, അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 28,000 വോട്ട് BJP അമ്പലപ്പുഴയിൽ നേടിയിരുന്നു. ഇത് ഇപ്പോൾ അവർക്ക് ലഭിച്ചത് 16,348 വോട്ടാണ്. അപ്പോൾ ഒരു ക്ലീനായിട്ട് നമ്മൾ ഇലക്ഷൻ മുമ്പ് പറഞ്ഞ 5,000 വോട്ടെന്നാണ് പറഞ്ഞതെങ്കിലും, അദ്ദേഹം തന്നെ പറഞ്ഞ 5,000 വോട്ടെന്നാണെങ്കിലും ഇപ്പോൾ ഒരു 10,000 വോട്ട് BJPയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്ത വോട്ട് സ്വാഭാവികമായിട്ട് UDFന് പ്ലസ്സായി വന്നു എന്നുള്ളതാണ് പ്രാഥമികമായി കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം. രണ്ട്, ഇടതുപക്ഷത്തിന് നേരത്തെ കിട്ടിയിരുന്ന ചില പ്രദേശങ്ങൾ വോട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതെന്തുകൊണ്ടാണെന്ന കാര്യം ഞങ്ങൾ പരിശോധിക്കപ്പെടും. അപ്പോൾ BJPയുടെ വോട്ട് പ്രധാനമായി പൊളിറ്റിക്കലായ ഷിഫ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതു UDF അനുകൂല അന്തരീക്ഷത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് സാധാരണ ഭൂരിപക്ഷം കിട്ടുന്ന ചില പ്രദേശങ്ങളിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യവും സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാനും മുഖ്യമായൊരു ക്യാമ്പയിനായി ഉയർത്തിയ ഒരു കാര്യം പിണറായി സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളാണ്. അതാണ് പൊതുവേ കേരളത്തിൽ ഞങ്ങൾ ഉയർത്തിയത്. അത് യാഥാർത്ഥ്യവുമാണ്. കേരളത്തിൽ അമ്പലപ്പുഴയിൽ യാഥാർത്ഥ്യമാണ്. ആ ഒരു കാര്യം പറയുമ്പോൾ അമ്പലപ്പുഴയിലെ പ്രത്യേകമായ സാഹചര്യം, 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ വികസന നേട്ടം പറയുമ്പം അതിലൊരു പ്രധാനപ്പെട്ട പാർട്ട് അതിന് മുന്നിൽ നിന്നൊരാളായിരുന്നു UDF സ്ഥാനാർത്ഥി എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകമായൊരു സാഹചര്യമാണ്. ഇപ്പോൾ നാട്ടിലെ വികസന കാര്യത്തിന് മുന്നിൽ LDFൻ്റെ ഭാഗമായി അന്ന് നിൽക്കുമ്പോൾ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ മുന്നിൽ നിന്നുള്ള ആരായിരുന്നു UDF സ്ഥാനാർത്ഥി എന്നൊരു പരിഗണന സ്വാഭാവികമായിട്ട് സംഭവിച്ചുണ്ടാവണം. അപ്പോൾ ഈ നിലയിൽ അമ്പലപ്പുഴയിൽ പ്രത്യേകമായ ഒരു സാഹചര്യം ഈ പറഞ്ഞ പോലെയാണ് സംഭവിച്ചത്. അതിൽ ഇടതുപക്ഷ ലീഡ് പ്രതീക്ഷിച്ച സ്ഥലത്ത് ലീഡ് കിട്ടാതെ പോയ കാര്യം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടർ പ്രക്രിയ എന്ന നിലയിൽ അത് ആ നിലയ്ക്ക് പരിശോധിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുവായ അന്തരീക്ഷം സൂചിപ്പിക്കാനുള്ള കാര്യം. ശിഖണ്ഡി എന്ന അദ്ദേഹത്തിന് ഒരുപാട് നാനാർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്ന ആളാണ്. അപ്പോൾ ഏതർത്ഥം വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ CPM തോൽക്കുകയും ജയിക്കുകയും ആദ്യമല്ലേ. ഇപ്പോൾ അദ്ദേഹം തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ 3 പ്രാവശ്യം തോറ്റിട്ടില്ലേ. അപ്പോൾ തോറ്റ സമയത്ത് എൻ്റെ പാർട്ടി ശിഖണ്ഡിയാണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ തോൽക്കുന്നത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കില്ല, പല ഘടകങ്ങൾ വരും. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞു BJPയിലെ 3 നേതാക്കൾക്കെതിരെ കേസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചാലും പറഞ്ഞു. അത് പറഞ്ഞ കാര്യം എന്നെ വർഗീയമായി അവതരിപ്പിക്കാനും ഇല്ലാത്തൊരു കള്ളക്കഥ മെനഞ്ഞിട്ട് അധിക്ഷേപിക്കാനും ഉള്ളൊരു ക്യാമ്പയിൻ നടന്നു ഈ മണ്ഡലത്തിൽ ഇലക്ഷൻ കാലത്ത്. അത് ആ സമയത്ത് അല്ല, നമ്മൾ അതിന് ശേഷമാണ് എൻ്റെ ശ്രദ്ധയിൽ പൂർണ്ണമായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൗണ്ടിങ്ങിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു കേസ് നൽകുന്ന കാര്യം. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള കാര്യം മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പയിനായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി വോട്ടർമാരെ സ്വാധീനിച്ചു എന്നുള്ള സ്വാഭാവികമായിട്ട് നമുക്കത് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച പല സ്ഥലത്തും ഭൂരിപക്ഷം കിട്ടാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ടൗണിൽ തന്നെ LDFന് ടൗൺ മൊത്തം പൊളിറ്റിക്കലായി മാത്രം അസസ് ചെയ്താൽ LDF ഭൂരിപക്ഷമുള്ള മേൽക്കൈയുള്ള ഭാഗമല്ല ആലപ്പുഴ ടൗൺ. പക്ഷേ
കഴിഞ്ഞ ഇലക്ഷന് ഞാൻ 5000-ന് മേലെ ലീഡ് ചെയ്തു ആലപ്പുഴ ടൗണിൽ. ഈ പ്രാവശ്യം അദ്ദേഹം 7000-ഓളം വോട്ടിന് ലീഡ് ചെയ്തു. അപ്പോൾ അത് വേണേൽ പൊളിറ്റിക്കലായി കുറേ ബേസ് ഉള്ള സ്ഥലമെന്ന് പറയാം. അപ്പോൾ അല്ലാതെ ഉള്ള സ്ഥലത്തും പഞ്ചായത്തിലേക്ക് വരുമ്പോഴും ചില പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് കാര്യമായ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് കുറഞ്ഞത് സ്വാഭാവിക ഇടതുപക്ഷ അനുഭാവി വോട്ട് കുറച്ച് നഷ്ടപ്പെട്ടു പോയി തന്നെയാണ് കാണുന്നത്. പ്രാഥമിക കണക്ക് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നത്, വിശദമായി പരിശോധിച്ചിട്ടില്ല. ആ നഷ്ടം എങ്ങനെയാണ് സംഭവിച്ചതെന്ന കാര്യം സ്വാഭാവികമായിട്ട് നമ്മളത് തുടർന്ന് പരിശോധിക്കും. ഇതിൽ പാർട്ടിക്കകത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായി സംശയിക്കുന്നുണ്ട്, അത്തരം പരാതികളെല്ലാം ഉണ്ടാകും? ആ തരത്തിലൊന്നും പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു സംഘടനാ വർക്കിൻ്റെ കാര്യത്തിലോ അങ്ങനെയൊന്നും ഒരു തെറ്റായ രീതിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കേരളത്തിൽ പൊതുവേ ഉണ്ടായൊരു അന്തരീക്ഷമുണ്ട്. ഒപ്പം ഞാൻ ഈ പറഞ്ഞല്ലോ, ഇതൊരു ഘടകമാണ്. അദ്ദേഹം ഈ ഞങ്ങളുടെ ക്യാമ്പയിനിൻ്റെ ഈ വികസനം പറയുമ്പോൾ അതിന് മുന്നിൽ നിന്നൊരാളായിരുന്നു തൊട്ടു മുമ്പ് വരെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവണം. അത് ഇടതുപക്ഷ വോട്ടർമാരുടെയും അനുഭാവി വോട്ടർമാരെയും സ്വാധീനിച്ചിട്ടുണ്ടാവണം. അതാണ് ആ വ്യത്യാസം വരാൻ പ്രധാനമായ കാരണമായിട്ട് തോന്നുന്ന കാര്യം. എന്തായാലും ഞങ്ങളത് തുടർന്നത് ഓരോ പ്രദേശപരമായി പരിശോധിക്കപ്പെടും. ഇടതുപക്ഷ അനുകൂലിയുടെ വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവും തന്നെയാണോ പറയുന്നത്? ഈ കണക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന അങ്ങനെയാണ്. കാരണം ഞങ്ങൾ ഇടതുപക്ഷത്തിൽ ലീഡ് പ്രതീക്ഷിച്ച ചില സ്ഥലങ്ങളിൽ ലീഡ് കിട്ടിയില്ല. കിട്ടേണ്ട സ്ഥലത്ത് പൊളിറ്റിക്കലി കിട്ടേണ്ട സ്ഥലത്തിൽ കിട്ടിയിട്ടില്ല. എന്നാൽ ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ ബേസ് പോയിട്ടില്ല. ഇപ്പോൾ 47,000 വോട്ടെന്ന് പറയുന്ന അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുള്ളത് LDFന് CPM 30,000 വോട്ടേ ഇവിടെ ഉള്ളതെന്നാണല്ലോ പറയാറുള്ളത്. അപ്പോൾ 47,000 വോട്ടാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഈ ബേസ് ആകെ തകർന്നു തരിപ്പണേ പോയിട്ടൊന്നുമില്ല. പക്ഷേ സാധാരണ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇടതുപക്ഷ അനുഭാവമുള്ള കുറേ പേരുടെ വോട്ട് ചില സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് അങ്ങനെ പരിശോധിച്ചു. അതൊരു വിവാദപരമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. കഴിഞ്ഞ ഇലക്ഷനിൽ എങ്ങനത്തെ സംഭവിച്ചെന്ന കാര്യം വീണ്ടും ഞാൻ അതൊരു ഈ ഒരു സമയത്ത് പറയുന്ന അഭംഗിയായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കാര്യമില്ല. 10 ദിവസം കഴിഞ്ഞാണ് പറഞ്ഞത്. 10 ദിവസം കഴിഞ്ഞിട്ടെന്നാണ് പറഞ്ഞത്. അന്നാ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ